ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മത്തിയുടെ മുട്ട എങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് കണ്ടു നോക്കിയാലോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് മത്തിയുടെ കഞ്ഞി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കണ്ടു നോക്കാം. ഇതിലേക്ക് ഞാൻ 10 ചെറുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് മുറിച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പിടി വേപ്പിലയും ഇട്ട് നന്നായി അടിച്ചെടുത്തിട്ട് വരണം. ഇതെല്ലാം കൂടിയിട്ട് ഇപ്പോൾ നന്നായി അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഈ മസാല മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ചട്ടി വെക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മാറ്റി വെച്ച മസാല ഇതിലേക്ക് ഇട്ടു. ഇതിലേക്ക് ഞാനൊരു മുറി തേങ്ങ എടുത്തിരിക്കുന്നത്. ഇനി തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മസാലയും തേങ്ങയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച മത്തിയുടെ പലിമീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പലിമീൻ പൊട്ടാതെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ലോയിലിട്ടിട്ട് വേണം നമ്മൾ അടച്ചു വെക്കുമ്പോൾ, കാരണം അടിക്ക് പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇതിലൊക്കെ ഉപ്പ് പാകണം. ഇപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മത്തി മുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കണം. നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും മത്തിയുടെ മുട്ട കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെക്കും ബൈ.